all, എല്ലാവർക്കും GK World and PSC-ലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എനിക്ക് ഇന്ന് വന്ന 2-3 മെസ്സേജ് എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു മെസ്സേജാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇപ്പോൾ രാത്രിയാണ്, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യണമെന്നും എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനഫലം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഇത് എഫക്റ്റീവ് ആവട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ രാത്രി 9 മണി ആയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നു, ഇപ്പോൾ തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എനിക്ക് വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്സേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. രാവിലെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ രാത്രി വന്നിരുന്ന് ഉറക്കമൊഴിച്ച് 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് പഠിച്ചതാണ്. പരീക്ഷ എഴുതിയത് 4ാം ഘട്ടമായിരുന്നു. എൻ്റെ കട്ട് ഓഫ് എനിക്ക് കിട്ടിയ മാർക്ക് നെഗറ്റീവ് എല്ലാം കഴിഞ്ഞ് 73 മാർക്ക് കിട്ടി. മിസ്സേ എനിക്ക് മെയിൻസിന് പഠിക്കാൻ സാധിക്കുമോ? എനിക്ക് മെയിൻസിന് എഴുതാൻ പറ്റുമോ? ഇതൊരു ചോദ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പഠിക്കൂ. ആര് പറഞ്ഞു നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ലെന്നുള്ള? ധൈര്യമായിട്ട് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തത്, മിസ്സേ 4ാം ഘട്ട കട്ട് ഓഫ് ഭയങ്കരമായിട്ട് ഉയരും. ഒരു 80-90 മാർക്ക് ഉണ്ടെങ്കിലാണ് അടുത്ത ഘട്ടം എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ആരോ പറഞ്ഞു, ഒരു ടീച്ചർ അദ്ദേഹത്തിനോട് ആ കുട്ടിയോട് പറഞ്ഞതാണ്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. മനസ്സ് ഒരുപാട് തളർന്നു പോയി. മിസ്സേ ഞാൻ ഇതുവരെ +2 പ്രിലിംസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളൊരു മൂഡില്ല, പുസ്തകം തൊടാൻ സാധ്യമല്ല. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. 4ാം ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളോടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത്. മാത്രമല്ല 5ാം ഘട്ട പരീക്ഷ എപ്പോഴായിരിക്കും, ഇനി എങ്ങനെ നിങ്ങൾ പഠിക്കണം, അതായത് ഇനി അടുത്ത സ്റ്റേജ് എക്സാം എപ്പോഴായിരിക്കും, എപ്പോൾ റിസൾട്ട് വരും, ഇതിനൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം 4ാം ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിച്ച് തന്നെ എഴുതിയ എക്സാമാണ്. 1ാം ഘട്ട പരീക്ഷയും 4ാം ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് 4ാം ഫേസ് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം 20ാം തീയതിയും 25ാം തീയതി 20ാം തീയതി നടന്ന പരീക്ഷയിലെ 10 ചോദ്യങ്ങളും 25ാം തീയതിയിലെ ഒരു ചോദ്യം, ടോട്ടൽ 11 ചോദ്യങ്ങളാണ് 4ാം ഘട്ട പരീക്ഷയിൽ ആവർത്തനമായിട്ട് വന്നത്. അവിടെ തന്നെ 11 മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കി. പിന്നെ ഏതൊരു ഉദ്യോഗാർത്ഥിയും PSC സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും താൻ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ അതേ നിലവാരമുള്ള, അതായത് ഇതിന് 3 ഘട്ട പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായും നോക്കും. അതുമായി അനുബന്ധ വിവരങ്ങൾ, ഇപ്പം വാലി അങ്ങോട്ട് എല്ലാ ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലൊക്കെ പറയുന്ന അനുബന്ധ വിവരങ്ങൾ പഠിച്ചു പോവുക. ഞാൻ ഉൾപ്പെടെ ഒരുപാട് ടീച്ചേഴ്സ് എല്ലാ കുട്ടികളോടും പറഞ്ഞ കാര്യമാണ്, അനുബന്ധ വിവരങ്ങൾ പഠിക്കുക. അതിൻ്റെ തന്നെ കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അനുബന്ധ വിവരങ്ങൾ പഠിച്ചു പോയവർക്ക് കുറച്ച് പഠിക്കാനുള്ള കാരണം കിട്ടി എന്നുള്ളതാണ്, അല്ല പഠിക്കാനുള്ള ടൈം കുറച്ച് കിട്ടി എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളെ ആരും കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് 4ാം ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളോട്, മറ്റുള്ളവർക്ക്, യൂട്യൂബേഴ്സിലെ ടീച്ചേഴ്സിനോടും എല്ലാവർക്കും ഭയങ്കര കുറ്റം ചെയ്ത പോലെയാണ്. നിങ്ങളാരും കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളെ അല്ല കുറ്റപ്പെടുത്തുന്നത്. അതായത് ഇത്രയും വാസ്റ്റായിട്ട് കിടക്കുന്ന PSCയുടെ സിലബസിൽ ആ ചോദ്യകർത്താവ് ചില സിലബസിൽ ചുരുങ്ങി നിന്നുകൊണ്ട് ഒരു ചോദ്യഭാഗം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ ഇട്ടു. അപ്പോൾ അത് അവിടുത്തെ ഒരു PSCയുടെ ഒരു തെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ 4ാം ഘട്ട പരീക്ഷ എഴുതിയവർ നിങ്ങൾ പഠിച്ചു തന്നെയാണ്, നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്, നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് പരീക്ഷയ്ക്ക് പോയത്. പക്ഷേ 1ാം ഘട്ട പരീക്ഷ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഉദ്യോഗാർത്ഥി, ഒരുപാട് പേരുമായിട്ട് ഞാൻ സംസാരിച്ചു, എന്നേക്കാൾ മുതിർന്ന അധ്യാപകരുമായിട്ട് ഞാൻ സംസാരിച്ച് അവരിൽ നിന്ന്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഏകദേശം 1800ഓളം ഉദ്യോഗാർത്ഥികൾ അവരുടെ മാർക്ക് പോൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ എൻ്റെ ടെലഗ്രാമിൽ 3600 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ആ ഉദ്യോഗാർത്ഥികളോട് ഞാൻ സംസാരിച്ചു. അല്ലാതെ നേരിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് ക്ലാസ് എടുക്കുന്ന എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ സംസാരിച്ചു. അങ്ങനെ എല്ലാവരോടും ചോദിച്ചിട്ട് എല്ലാവരോടും സംസാരിച്ചതിന് ശേഷമാണ് ഞാനൊരു മാർക്കിൻ്റെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തു. അതിലെനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും കൗതുകം തോന്നി. എന്തറിഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ അയക്കുന്നത്? എനിക്ക് അത് കേട്ടിട്ട് കൗതുകം തോന്നി. കാര്യം ഞാൻ വെറുതെ എനിക്ക് വായി തോന്നിയ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതല്ല. ഞാൻ നോർമലി എല്ലാ ഉദ്യോഗാർത്ഥികളോട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് പറയുന്നത്. ഒരു ഏറ്റവും ഫസ്റ്റ് ഫേസ് എക്സാം എഴുതിയൊരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 35-45 മാർക്കിനിടയിൽ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വേസ്റ്റ് ആയിട്ട് എഴുതിയൊരു കുട്ടിയുടെ, വേസ്റ്റ് മീൻസ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഏറ്റവും ലീസ്റ്റ് മാർക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഒരു ശരാശരി പഠിക്കുന്ന കുട്ടിക്ക് അതിൽ തന്നെ 60 മാർക്കിൽ കിട്ടിയ കുട്ടികളുണ്ട്. എനിക്ക് ഡയറക്റ്റായിട്ട് ഞാൻ ക്ലാസ് എടുത്ത് കൊടുത്ത എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്കുണ്ട് 60-ൽ കൂടുതൽ മാർക്ക് കിട്ടിയത്. എൻ്റെ ക്ലാസ് മാത്രമല്ല, ഞാനൊരു സബ്ജക്റ്റായിട്ട് എടുക്കണം, അവരെല്ലാ സബ്ജക്റ്റും കണ്ടിട്ടാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അങ്ങനെ മാർക്ക് കിട്ടിയവരുണ്ട്. എന്നാൽ ഏറ്റവും കുറവ് ഒരു 35-45 മാർക്കാണ് ഏറ്റവും കുറവ്. അതിന് ബിറ്റ്വീൻ ആണല്ലോ ഫസ്റ്റ് ഫേസിൽ എത്തിയിരിക്കുന്നത്. ഇനി 4ാമത്തെ ഫേസിലേക്കാണ് ഞാൻ പോകുന്നത്. സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. 45 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മെയിൻസ് എക്സാമിന് പഠിക്കാൻ. അതുപോലെ 4ാമത്തെ ഫേസ് ഒരു കാരണവശത്താലും 80-90 കട്ട് ഓഫിലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോഴും പുസ്തകം പഠിക്കാതെ ഈ ഒരു കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. പഠിച്ചു തുടങ്ങുക. കാര്യം നിങ്ങൾക്കൊരു 50 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് 4th ഫേസ് പഠിച്ച് തുടങ്ങാനാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് 4th ഫേസ് എക്സാമിന്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് അടുത്ത എക്സാം വരുന്നു, +2 പ്രിലിമിനറി വരുന്നു. ഇനി നിങ്ങൾക്ക് 5ാം ഘട്ട പരീക്ഷ വരുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും LD നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നടത്താനാണ് സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഇലക്ഷൻ തിരക്കാണ്, സ്കൂളുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് 5ാമത്തെ ഫേസ് ഈ കൊറോണ കാരണം അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റാതെ പോയ ഉദ്യോഗാർത്ഥികൾക്കാണ് PSC 5ാമത്തെ ഘട്ട പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇലക്ഷൻ കഴിയുമ്പോൾ ഉടൻ തന്നെ ഉണ്ടാകും. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 2 മാസത്തിന് ശേഷം അവിടെയാണ് അടുത്ത നിങ്ങൾക്ക് ഒരു പണി കിട്ടുന്നത്. റിസൾട്ട് വന്ന് പിറ്റേ 2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് മെയിൻസ് എക്സാം വരും. പഠിക്കാൻ സമയമുണ്ടോ? വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന സിലബസ് ആണ്. സോ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, +2 പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് വെച്ചിട്ട് പഠനം ആരംഭിക്കുക. തീർച്ചയായിട്ടും ആ ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു ഏരിയാസ് കവർ ചെയ്യാനായിട്ട് പറ്റും. കാര്യം +2 പ്രിലിമിനറി എക്സാം വരികയാണ്. നിങ്ങൾ ഈ ഒരു സിലബസ് അനുസരിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് +2 അടിക്കാൻ പറ്റും. അതോടൊപ്പം LDC 10th ലെവൽ മെയിൻസ് അടിക്കാനും പറ്റും. അപ്പോൾ ധൈര്യമായിട്ട് മറ്റുള്ളവർ പറയുന്ന കേട്ട് വിഷമിച്ചിരിക്കാതെ എങ്ങും പോവാതെ നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ടൈമാണ് നഷ്ടമാവുന്നത്. അവിടെ പോയി പറഞ്ഞു ഇവിടെ പറഞ്ഞു നിങ്ങൾ മാനസികമായിട്ട് തളരരുത്. നമ്മൾ ഇത്രയും നാളുകൊണ്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇത്രയും നാളുകൊണ്ട് ആഗ്രഹിച്ച് പഠിച്ച് നമ്മൾ കാത്തിരിക്കുന്നൊരു ജോബാണ്. അത് ഇങ്ങനെ ടെൻഷൻ ആക്കി അല്ലെങ്കിൽ അവിടെ കട്ട് ഓഫ് പറഞ്ഞു ഇവിടെ കട്ട് ഓഫ് പറഞ്ഞു ഒരു കാരണവശാലും കട്ട് ഓഫ് ഉയരില്ല. ഉറപ്പെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ തവണത്തെ എക്സാമിൻ്റെ കാര്യം നോക്കിയാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെയിൻസ് പരീക്ഷയ്ക്ക് ഓരോ ഇത്രയും കാറ്റഗറിയിൽ നിന്ന് ആളുകളെ ഉൾക്കൊള്ളിക്കേണ്ടതല്ല. അതുകൊണ്ട് മാക്സിമം ആളുകളുണ്ടാവും. പക്ഷേ മെയിൻ പരീക്ഷ കഴിഞ്ഞ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ റാങ്ക് കയറി വരുന്നത്. അതുകൊണ്ട് 4ാം ഘട്ട പരീക്ഷ എഴുതിയവർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ പഠനത്തിനും തീർച്ചയായിട്ടും വിലയുണ്ട്. ആരും തന്നെ നിങ്ങളെ കുറ്റം പറയുന്നതല്ല. നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല, ഞങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് പോയത്. ശരി, സമ്മതിച്ചു. ഓക്കെ, അപ്പോൾ ദയവായി നിങ്ങൾ മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാതെ അവിടെ ഇവിടെ പോയി ചർച്ച ചെയ്യാതെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു തുടങ്ങുക. തീർച്ചയായിട്ടും വിജയം നമുക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതിനു മുമ്പ് ഒരു കുഞ്ഞു കാര്യം കൂടി, ഇന്ന് നമ്മളുടെ ചാനൽ 40K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ആത്മാർത്ഥ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ സ്റ്റുഡൻസിനും നന്ദിയുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രൂപ്പ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രീ ക്ലാസ് ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയാണ്, ഞങ്ങൾ തന്നെ ഡയറക്റ്റായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.